ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ഒക്ടോബർ മാസത്തിലെ 6-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നോക്കാം. ലോക സെറിബ്രൽ പാൾസി ദിനം എന്നാണ്. ഒക്ടോബർ 6 ലോക സെറിബ്രൽ പാൾസി ദിനം. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പിയർ ജേതാവ് ആരാണ്? ജോർജ് റസൽ. ജോർജ് റസലാണ് ജേതാവായത്. ജോർജ് റസൽ. അതുല്യ നടി സുകുമാരിയുടെ മ്യൂസിയം നിലവിൽ വരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. ഏത് യൂണിവേഴ്സിറ്റിയാണ്? നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി. അപ്പോൾ സുകുമാരിയുടെ പേരുള്ള മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ രാജ്യം ബ്രസീലാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 10ാമതാണ്. ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വാട്ടർ പോളോ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വാട്ടർ പോളോ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം ആരാണ്? എസ് വർഷയാണ് ഇന്ത്യൻ വാട്ടർ പോളോ ടീം ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ് വേദി. പോളോ കളിയിലുള്ള കായിക താരങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 4. പോളോ കളിയിലുള്ള കായിക താരങ്ങളുടെ എണ്ണം 4. വാട്ടർ പോളോയിൽ 7 പേരുമാണ് ഉള്ളത്. വാട്ടർ പോളോയിൽ 7 ഉണ്ട്. പോളോ കളിയിലുള്ള കായിക താരം 4 പേരുമാണ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആരാണ്? 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആരാണ്? പ്രകാശ് രാജ്. പ്രകാശ് രാജ്. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി ഭാഗ്യനാഥ്. ആർക്കാണ് ലഭിച്ചത്? സി ഭാഗ്യനാഥാണ്. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,00,000 രൂപ. സമ്മാനത്തുക 1,00,000 രൂപയാണ്. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ രക്ഷാധികാരി ആരാണ്? മോഹൻലാൽ. രക്ഷാധികാരി? മോഹൻലാലാണ്. കൊല്ലം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ സാംസ്കാരിക വകുപ്പ് ഒരുക്കിയ എ രാമചന്ദ്രൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പിണറായി വിജയനാണ് സാംസ്കാരിക വകുപ്പ് ഒരുക്കിയ എ രാമചന്ദ്രൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. എ രാമചന്ദ്രൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ രാമചന്ദ്രൻ ചിത്രകലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എ രാമചന്ദ്രൻ. എന്നാണ് രാമചന്ദ്രൻ അന്തരിച്ചത്? 2024 ഫെബ്രുവരി 10 അന്തരിച്ചു. 2024 ഫെബ്രുവരി 10 എ രാമചന്ദ്രൻ അന്തരിച്ചത്. 2025 ഇറാനി ട്രോഫി ജേതാക്കൾ ആരാണ്? 2025 ഇറാനി ട്രോഫി ജേതാക്കൾ ആരാണ്? വിദർഭയാണ് 2025 ഇറാനി ട്രോഫി ജേതാക്കൾ. ഇറാനി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇറാനി ട്രോഫി. അപ്പോൾ ഇറാനി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. 2025 ജേതാക്കൾ വിദർഭ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏതാണ്? ട്രയോണ്ടയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്താണ് ട്രയോണ്ട. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയൊക്കെയാണ്? 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1 കാനഡ, 2 മെക്സിക്കോ, 3 USA. ഏതാണ്? കാനഡ, മെക്സിക്കോ, USAയിലായിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കാൻ പോകുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ചിത്രം ഏതാണ്? മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ചിത്രം ഏതാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഏത് സിനിമയാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ 300 കോടി ചിത്രം. 2025 അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനാരാണ്? ചന്നുലാൽ മിശ്ര. ചന്നുലാൽ മിശ്രയാണ്. 2010 പത്മഭൂഷൺ ലഭിച്ചു. 2020 പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പോൾ ചന്നുലാൽ മിശ്രയ്ക്ക് 2010 പത്മഭൂഷണം, 2020 പത്മവിഭൂഷൺ ലഭിച്ചു. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകനാണ് ചന്നുലാൽ മിശ്ര.
കഥകളി ആചാര്യൻ വാഴങ്കട വിജയൻ ആശാൻ സ്മരണയ്ക്ക് വിജയനാശാൻ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ വിജയസ്മൃതി പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? കഥകളി ആചാര്യൻ വാഴങ്കട വിജയൻ ആശാൻ സ്മരണയ്ക്ക് വിജയനാശാൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ വിജയസ്മൃതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കലാമണ്ഡലം കേശവൻ നമ്പൂതിരി. കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ്. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഏതാണ്? 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ആന്ത്രോത്താണ്. ഏതാണ്? ആന്ത്രോത്താണ്. 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? അപ്പോൾ 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? 1 കാസർഗോഡ്, 2 കണ്ണൂർ, 3 കോഴിക്കോട്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏതൊക്കെ ജില്ലകളാണ് ഉൾപ്പെട്ടത്? കാസർഗോഡും കണ്ണൂരും കോഴിക്കോടുമാണ് പ്രധാനമന്ത്രിയുടെ ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലകളെന്ന് പറയുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. കാർഷിക ഉൽപ്പാദനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി സബ്സ്ക്രൈബ്